നമസ്കാരം. പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ പൊതുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്ന ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാനിഫെസ്റ്റിംഗ് ലവ് എന്നുള്ള ഈ സീരീസിൽ ലാലാജി മഹാരാജിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺവെർസേഷന്റെ അടിസ്ഥാനം, സ്പീച്ചിന്റെ അടിസ്ഥാനം എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഒറിജിനലായിട്ട് ഉള്ള ആ ശബ്ദം പശ്യന്തി എന്ന് പറയുന്നു. പശ്യന്തി എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങൾ രൂപീകരിക്കുന്നതിന് മുമ്പ് ആ രൂപങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഹയസ്റ്റ് ലെവലാണ്. ഐഡിയാസ് എന്ന് പറയാം. ഐഡിയാസിനെ ഡയറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്. അതിനുശേഷം ഐഡിയാസിന് രൂപം വരുന്നു, മധ്യമ. അപ്പോൾ തോട്ട് പ്രോസസ്സ് അവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചിന്തകനും ചിന്തയും വേറിടാൻ തുടങ്ങി. അപ്പോൾ ചിന്തയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് വരാൻ തുടങ്ങി. ഒറിജിനൽ ഐഡിയ പ്യുവർ ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ നോക്കി തന്നെ അറിയാം, ഒരുമിച്ച് നാലാൾ കൂടിയിട്ട് ഒരു ഐഡിയ മുമ്പിൽ വെക്കുകയാണ്, നമുക്ക് ഇന്ന കാര്യം ചെയ്യാം. അപ്പൊ ഐഡിയ ക്ലിക്ക് ചെയ്തു എന്ന് പറയും. പക്ഷെ അത് ക്ലിക്ക് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. നാലാളുടെയും 4 രീതിയിലായിരിക്കും അത് കാണുന്നത്. ഒരു മരം കാണുകയാണെങ്കിൽ നല്ല മരമാണ് എന്ന് 4 ആൾക്കാർ പറയുകയാണെങ്കിൽ ഏത് രീതിയിലാണ് നല്ലത്? ചിലര് അതിന്റെ ഭംഗി കാണുന്നു, ആസ്വദിക്കുന്നു. ചിലര് അതിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്ന ഫർണിച്ചറിനെ പറ്റി ആലോചിക്കുന്നു. ചിലര് അതിന്റെ മൂല്യം കണക്കാക്കുന്നു. ചിലര് അതിന്റെ ഏജ് നോക്കുന്നു, എത്ര പ്രായം വന്നു,
എന്താണ് അതിന്റെ സ്പീഷീസ്, ബയോളജി പഠിച്ച ആൾക്കാർ. ഇപ്പോൾ പല ലെവൽസും ഒരേ തത്വത്തെ വീക്ഷിക്കുന്നു. അതെന്താണ് കാരണം? ഓരോരുത്തർ പല പല ലെവൽസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐഡിയ എക്സ്പ്രസ് ചെയ്യുമ്പോൾ മധ്യമ, അതിനാണ് മധ്യമ എന്ന് പറയുന്നത്. ഏകത്വം ഇല്ലാണ്ടേ മാറുന്നു. നമ്മുടെ സ്വപ്നാവസ്ഥയുമായിട്ടാണ് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അത് പ്രവൃത്തിയായിട്ട് വാക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെയും വൈഖരി തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ടച്ച് ചെയ്യേണ്ട വോക്കൽ കോഡ്സ്. അപ്പൊ എന്താണ് ഐഡിയ, എന്താണ് ചിന്ത, അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ പറ്റുന്ന, എൻ്റെ സെൽഫിഷ്നെസ്സിനെ നിറവേറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പലപ്പോഴും വാക്കുകളിലൂടെ വരുള്ളൂ. ചിലപ്പോൾ വിചാരിച്ചതാവില്ല പറയില്ല. ചിലപ്പോൾ ശരീരം ടയേർഡാണെങ്കിൽ ചിലപ്പോൾ അറിയാതെ വേണ്ടാത്തൊക്കെ പറഞ്ഞു പോകും. സത്യമായിരിക്കും പറയുന്നത്, പക്ഷെ അനവസരത്തിൽ പറഞ്ഞു പോകും. അതാണ് വൈഖരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ആഴത്തിലേക്ക് പോകുന്നു അത്രത്തോളം ആ പ്യൂരിറ്റി വരുന്നു, കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പൊ ഈ ഓരോ ലെവൽസിലും കോൺവെർസേഷൻ പോസിബിൾ ആണ്. ഈ പശ്യന്തിയുടെ അപ്പുറം എന്താണ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐഡിയാസ് രൂപീകരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുന്നവനും ചിന്തയും എല്ലാം ഒന്ന് തന്നെയാണ്. ഏകീകൃതമായിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അതിന് പരാവാക്ക് എന്നൊക്കെ പറയുന്നു, ശബ്ദബ്രഹ്മൻ എന്നൊക്കെ പറയുന്നു. പല തരത്തിലുള്ള ഐഡിയാസിന്റെയും സീഡ് ഫോം. അവിടെ സെപ്പറേഷൻ ഇല്ല. പിന്നെ അതിനേക്കാളും ആഴത്തിലും പരാവാക്ക് എന്ന് പറയുമ്പോൾ അതിൽ സാധ്യതകളുണ്ട്. ഐഡിയാസിന്റെ സാധ്യതകൾ നിലനിൽക്കുന്നു. സാധ്യതകൾക്ക് അപ്പുറം സാധ്യതകൾ തന്നെ പുറപ്പെടാത്ത സ്റ്റേജസ് ഉണ്ട്. ഇതൊരു ബാക്കിലേക്ക് പോകുമ്പോൾ നാദം, പല പല പേരുകളും പറയുന്നുണ്ട്. സഹജമാർഗത്തില് പ്രാണസ്യ പ്രാണനാണ് ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കോൺവെർസേഷൻ. കംപ്ലീറ്റ്ലി പ്യൂർ എസെൻസ് ആണ്. എക്വാവിറ്റി ഓഫ് ലൈഫ് എന്നാണ് സഹജമാർഗത്തിന്റെ മാസ്റ്റർ പറയുന്നത്. എന്തൊക്കെ നൽകണമോ ഈ പ്രപഞ്ചങ്ങളിൽ അതെല്ലാം പ്രാണസ്യ പ്രാണന. കാരണം ഈ സൃഷ്ടിയുടെ അടിസ്ഥാനം തന്നെയാണ്. ഏത് സൃഷ്ടി വേണമെങ്കിലുമായി മാറാൻ സാധ്യതയുണ്ട്. അത് മനസ്സിന്റെ പ്രവൃത്തി അനുസരിച്ചിട്ടാണ് ഡിഫറൻസിയേഷൻ വരുന്നത്. പൂർണ്ണതയുണ്ട് അവിടെ. അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള അബ്സല്യൂട്ടിന്റെ അതേ പൂർണ്ണത തന്നെയാണ് പ്രാണസ്യ പ്രാണൻ. അതിന് ആദിശക്തി എന്ന് പറയുന്നത്. ഒരു ഫിലോസഫിയിൽ ശക്തി എന്ന് പറയുന്നത്, ശക്തൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്. ഇത് തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ബേസ് ഉണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്. അതിൽ നിന്നും അതേ പ്യൂരിറ്റിയോട് കൂടിയിട്ട് ആദിശക്തി പ്രാണസ്യ പ്രാണൻ വരുന്നു. ആ പ്രാണസ്യ പ്രാണൻ ഞാൻ എന്നുള്ള ഭാവത്തിലൂടെ പല ലെവൽസിലൂടെ പ്രകടമാവും. ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് കോൺവെർസേഷൻ എന്താണ്? പ്രാണസ്യ പ്രാണൻ. അതുകൊണ്ടാണ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യൂ. മെഡിറ്റേറ്റ് വിത്ത് ട്രാൻസ്മിഷൻ. ഒരു ഗുരുനാഥന്റെ അടുത്ത് ചെന്ന് ഗുരുനാഥൻ പറയൂ, ഇരിക്കൂ, ക്വസ്റ്റ്യൻസിന് ആൻസർ പറയല്ല, വിൽ മെഡിറ്റേറ്റ് എന്ന് പറയും. പ്രശ്നങ്ങളുടെ സൊല്യൂഷനൊക്കെ അറിയാതെ വരും. കാരണം നമ്മൾ സംസാരിക്കുന്നതല്ല സൊല്യൂഷൻ. സൊല്യൂഷൻ ഫ്യൂച്ചറിലേക്കും എന്നേക്കും പെർമനന്റ് ആയിട്ട് ഒരു അടിസ്ഥാനപരമായിട്ട് സൊല്യൂഷനാണ് അവിടെ വരുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനന് വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കുന്നുണ്ട്. സഹസ്രദള കമലം, കോസ്മിക് യൂണിവേഴ്സിന്റെ തുടക്കത്തിലാണ് അത്ര ഈ വിശ്വരൂപ ദർശനത്തിന്റെ പ്രകടനം ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു, സാധ്യതകൾ എക്സ്പ്രസ് ചെയ്തു. പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ആയിട്ട് നമ്മൾ വിശ്വരൂപ ദർശനം വായിച്ചു കഴിഞ്ഞാൽ അറിയാം, പാസ്റ്റും പ്രസന്റും പോസിബിൾ ഫ്യൂച്ചേഴ്സ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഫ്യൂച്ചർ എന്താണ് പോസിബിൾ, അത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ അർജുനൻ ചൂസ് ചെയ്ത ഫ്യൂച്ചറാണ് യുദ്ധം. യഥേച്ഛസി തഥാ കുരു, യഥേച്ഛസി തഥാ കുരു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ യുദ്ധത്തിന്റെ ഒരു ഫ്യൂച്ചറാണ് അർജുനൻ ചൂസ് ചെയ്തത്. അതല്ലാത്തൊരു ഫ്യൂച്ചർ, ഓൾട്ടർനേറ്റ് ഫ്യൂച്ചർ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ക്യാച്ച് ചെയ്യണമെന്ന് മാത്രം. നമ്മളൊരു ജംഗ്ഷനിൽ നിന്ന് 1000 സ്ഥലത്തേക്ക് തിരിയാൻ പറ്റുന്ന ജംഗ്ഷൻ നിൽക്കുന്ന പോലെ ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ അതൊന്നും ചൂസ് ചെയ്യാതെ ഐ ചൂസ് യു, എനിക്ക് വേറൊന്നും വേണ്ട, അങ്ങ് എന്നെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചോളൂ, എനിക്ക് ചോയ്സ് ഒന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും മഹാഭാരതം? അറിയില്ല. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ പലപ്പോഴും പല ലെവൽസ് എത്തുമ്പോൾ അന്താളിച്ച് പോകുന്നു. പല ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ് അന്താളിച്ച് പോകുന്നു. അപ്പൊ നമുക്ക് കോൺവെർസേഷന്റെ
ശരിക്കുള്ള ആ യൂസ് നടത്താൻ പറ്റുന്നില്ല. പലരും പല തലങ്ങളിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒരാള് നിലത്ത് നിൽക്കുന്നു, ഒരാള് ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുന്നു, ഒരാൾ 10th ഫ്ലോറിൽ നിൽക്കുന്നു, ഒരാൾ സ്പേസിൽ നിൽക്കുന്നു എന്ന് വിചാരിച്ചു. ഇവർ തമ്മിൽ സംസാരിക്കുക എങ്ങനെയാണ്? അവിടെ നിങ്ങൾ എത്തുമ്പോഴേക്കും ലാംഗ്വേജേ മാറിക്കഴിഞ്ഞു, വാക്കുകൾ തന്നെ തെറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഈ ഇന്റർനെറ്റ് പോലെ ബ്രേക്ക് ചെയ്യും, പറഞ്ഞതല്ല മനസ്സിലാവുക. ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ? വെടി വെക്കൂ എന്ന് പറയുന്നതിനും വെടി വെക്കണ്ട എന്ന് പറയുന്ന എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ബ്രേക്ക് ആയാലും വെക്കൂന്നായി മാറി. ഇങ്ങനെ പല പല ഡിഫറൻസസും കോൺവെർസേഷനിൽ പ്രശ്നം ഉണ്ടാക്കാം. അപ്പൊ ഇതുകൊണ്ടാണ് പറയുന്നത് കോൺവെർസേഷൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം തന്നെ സെന്റേർഡ് ആവണം. നമുക്ക് അതിന്റെ സാധ്യത ഉണ്ടെങ്കിൽ നമ്മളൊരു ഡിസ്കഷൻ ഇരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എല്ലാവരും സെന്റേർഡ് ആവുക. ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിൽ ട്രാൻസ്മിഷൻ ഉണ്ട്. ഒന്നിച്ചിരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, സെന്റർ ചെയ്യുക, പരസ്പരം കണക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഡിസ്കഷന്റെ ശരിക്കുള്ള ആ യൂസ് അവിടെ വരും. എവിടേക്കാണ് നമ്മളെ ലീഡ് ചെയ്യേണ്ടത്, ആ പർപ്പസ് നമ്മളുള്ളിൽ തെളിയും, കൺഫ്യൂഷൻസ് അവിടെ ഉണ്ടാവില്ല. അപ്പൊ കോൺവെർസേഷനിൽ ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ്. അവിടെ നിന്ന് ആ ലക്ഷ്യം നോക്കിയിട്ട് എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റ് ഉണ്ടാവട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങും. നമുക്ക് ആദ്യം എവല്യൂഷനിൽ തടസ്സം സൃഷ്ടിക്കാൻ അധികാരമില്ല. നമ്മൾ ഹേർട്ട് ചെയ്യുന്നത് ഓരോരുത്തർ എവല്യൂഷനാണ് തടസ്സം ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ആരെയും ഹേർട്ട് ചെയ്യാണ്ട് എല്ലാവരും എവല്യൂഷനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺവെർസേഷൻ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പൊ ഇത് സാധ്യമാണോ എന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും ഒന്ന് ഇൻട്രോസ്പെക്റ്റീവ്. നമുക്ക് അടുത്ത സെഷൻ വരേക്കും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.